ഡൊണാൾഡ് ട്രംപിനെ ഇരുത്തി ഖത്തർ അമീർ പറയേണ്ട കാര്യം പറഞ്ഞു. ഖത്തർ അമീർ മാത്രമല്ല, മുഹമ്മദ് ബിൻ സൽമാനും പറഞ്ഞു. ഏതായാലും അറബ് നേതാക്കളെ വാനോളം പുകഴ്ത്തിയാണ് ട്രംപ് മടങ്ങിയത്. സംഗതി ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എങ്ങനെ സഹിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാക്ഷാൽ നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാനെ നോക്കി അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഉറങ്ങാറുണ്ടോ, എങ്ങനെ ഉറങ്ങുന്നു, എത്ര നേരം ഉറങ്ങുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത്രമേൽ അദ്ദേഹത്തിന് ഇഷ്ടമായി പോയി മുഹമ്മദ് ബിൻ സൽമാനെ എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഖത്തർ അമീർ ആകട്ടെ ട്രംപിനെ ഇരുത്തിക്കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. ഗസയുടെയും ഫലസ്തീൻ്റെയും വിഷയം. Even as we gather tonight, our teams are engaged in intensive diplomacy to secure a ceasefire in Gaza, to protect all civilians, especially innocent women and children, and ensure the release of all hostages. This conflict is the key to wider stability in the region, from the West Bank to Yemen to Lebanon, and time is short. The people across the region are watching, not for words, but for outcomes. They are waiting to see if this moment brings that peace. They looked at your incredible comeback, at your ability to bring together people of all faiths, and your arrival back at the White House with hope. Your message that the aid will be delivered, and perhaps that a political solution providing safety, justice, and security to all involved in the conflict can be reached. Mr. President, your involvement could catalyze a breakthrough where others have stalled, but only if... ഗസയിലെ മനുഷ്യർ ഇത് നോക്കിയിരിക്കുകയാണ്. അവർ കാണുന്നുണ്ട്. താങ്കളുടെ രണ്ടാം വരവ് അവസ്മരണീയമാക്കണം. അങ്ങനെ ആക്കണമെങ്കിൽ ഏത് വിശ്വാസത്തിലും ഏത് മേഖലയിലുമുള്ള മനുഷ്യരെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും തിരിച്ചു കൊണ്ടുവരണം. അവർ കാത്തിരിക്കുന്നത് വാക്കുകൾക്ക് വേണ്ടിയല്ല, പ്രവൃത്തിക്ക് വേണ്ടിയാണ്. പ്രസംഗത്തിലല്ല, പ്രവൃത്തിയിലാണ് അത് തെളിയിക്കേണ്ടത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഗസയിലെ ഫലസ്തീനിലെ ജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും സമാധാനം നൽകണം. അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അവസരം നൽകണം. എങ്കിൽ മാത്രമേ ആ മേഖലയുടെ സമാധാനവും നീതിയും ഉറപ്പാവുകയുള്ളൂ. ഇതാണ് ഖത്തർ അമീർ അമേരിക്കൻ പ്രസിഡൻറ്റിനെ സാക്ഷിയാക്കി പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡൻറ്റ് അതിന് വളരെ പോസിറ്റീവായി പ്രതികരിച്ചാണ് മടങ്ങിയത്. ഇതേ രീതിയിൽ തന്നെ മുഹമ്മദ് ബിൻ സൽമാനും സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നുവെച്ചാൽ ഗസയുടെ വിഷയവും ഫലസ്തീൻ്റെ വിഷയവും മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ് എന്ന് നേർക്ക് നേരെ ട്രംപിനോട് പറയുകയുണ്ടായി. അത് പറയുന്നതിന് പ്രത്യേകിച്ച് ഔചിത്യമൊന്നും അവർ കാണിച്ചില്ല. എന്നാൽ നമ്മുടെ ഫ്രണ്ടായ ട്രംപ് നമ്മളോട് അത്രമേൽ നീതിയോടെ പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് രണ്ട് കാര്യങ്ങൾ അതിലുണ്ട് താനും. ഒന്ന്, ആപ്പിൾ കമ്പനിയോട് ഉപദേശിച്ചതും പിന്നെ തുർക്കിക്ക് ആയുധം കൊടുക്കുന്നതും. അതിനെ സംബന്ധിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം. ഏതായാലും മിഡിൽ ഈസ്റ്റ് സന്ദർശനം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരാളായി അടയാളപ്പെടുത്താനും പുതിയ കുറേ ചിന്തകളും പുതിയ കുറേ രൂപങ്ങളും നയങ്ങളുമൊക്കെ ആക്കി മാറ്റുന്നതിനും സഹായകരമായി എന്നതാണ് സത്യം. കാത്തിരിക്കാം അതിന് ഫലമുണ്ടാകുമോ എന്നറിയാൻ. ഒരുപക്ഷെ അല്പം വൈകിയാലും നീതി അകലെയല്ല എന്നൊരു പ്രതീക്ഷ ജനങ്ങളുടെ മനസ്സിൽ ഈ സന്ദർശനം ഉണ്ടാക്കുന്നു എന്നതാണ് സത്യം.